ഒരു ബാർ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. പേജ് നമ്പർ 141 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാർ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഈ ബാർ ഗ്രാഫിനകത്ത് എന്താണെന്നറിയോ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്? ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിർമ്മിച്ച കാറുകളുടെ എണ്ണമാണ്. 2018 13,000 കാർ അവർ മാനുഫാക്ചറിങ് നടത്തി. 2019 14,500, 2020 10,500, 2021 12,000, 2022 14,000, 2023 12,500. ഇത്രയും കാറുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് കാർസ് മെയ്ഡ്? ഏത് വർഷമാണ് ഏറ്റവും കൂടുതൽ കാർ അവർ നിർമ്മിച്ചത്? നിസ്സംശയം പറയാമല്ലേ, ഏറ്റവും പൊക്കം കൂടിയത് എവിടെയാണ്? 2019. അപ്പോൾ ആൻസർ ഈസ് 2019. ഹൗ മെനി കാർസ് വെയർ മാനുഫാക്ചർ? 2019 നേരെയുള്ള നമ്പർ ഏതാ? അതങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ 14,500. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആൻഡ് ഇൻ വിച്ച് ഇയർ വാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് കാർസ് മാനുഫാക്ചർ? ഏറ്റവും കുറവ് കാർ നിർമ്മിച്ച ഏത് വർഷമാണ്? 2020. ഏറ്റവും പൊക്കം കുറഞ്ഞത് എഴുതിയാൽ മതി. ഹൗ മെനി കാർസ് വെയർ മാനുഫാക്ചർ? ആ പൊക്കത്തിന് നേരെയുള്ള നമ്പർ ഏതാ? 10,500. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, how many cars less than those made in 2018 were made in 2023? 2023 നിർമ്മിച്ച കാറുകൾ 2018 എത്ര കുറവാണ്? 2018 13,000 നിർമ്മിച്ചിട്ടുണ്ട്. 2023 12,500. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 13,000 നിന്ന് നമ്മൾ 12,500 മൈനസ് ചെയ്താൽ മതി. സോ ആൻസർ ഈസ് 500 എണ്ണത്തിൻ്റെ കുറവാണ് ഉണ്ടായത് 2023. ക്ലിയർ ആയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഗ്രാഫ് ബിലോ ഷോസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ് ഡ്യൂറിങ് വേരിയസ് മന്ത് ഓഫ് ഇയർ. ഓരോ മാസങ്ങളിലും ഉപയോഗിച്ച കറണ്ടിൻ്റെ അളവാണ് കേട്ടോ. നമ്മൾ ഉപയോഗിച്ച കറണ്ടിൻ്റെ അളവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉപയോഗിച്ച ഇലക്ട്രിസിറ്റിയുടെ അളവ് യൂണിറ്റിലാണ്, 310 യൂണിറ്റ്. മാർച്ച് ഏപ്രിലാണെങ്കിൽ 340 യൂണിറ്റ്സ്. മെയ് ജൂണിലാണെങ്കിൽ 330 യൂണിറ്റ്. ജൂലൈ ഓഗസ്റ്റിൽ 300 യൂണിറ്റ്. സെപ്റ്റംബർ ഒക്ടോബറിൽ 290 യൂണിറ്റ്. നവംബർ ഡിസംബറിലാണെങ്കിൽ എത്രയാണ്? 290. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമായി, ഒരേ അളവ് ഉപയോഗിച്ചിരിക്കുന്ന ഏത് മാസങ്ങളിലാണ്? സെയിം ആയിട്ടുള്ള സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നമ്മൾ ഒരുപോലെ ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ പിന്നെ നമുക്ക് മാക്സിമം ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിച്ച് ഏത് മാസമാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അല്ലേ? കാരണം നമ്മുടെയൊക്കെ ഭയങ്കര ചൂട് കൂടുന്ന സമയമാണ് നമ്മൾ AC യോ ഫാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ കറണ്ട് കൂടുതലായിട്ട് ചിലവാകുന്ന മാസമാണ് ഇത് മാർച്ച് ഏപ്രിൽ. ചിലവാകുന്നതെന്നല്ല, ചിലവായത്. ഇനി പിന്നെ എന്താണ് ഏറ്റവും കുറവ് ഉപയോഗിച്ചത് ഏത് മാസങ്ങളിലാണ്? നമ്മൾ ഈ ഏറ്റവും കുറവ് വന്ന സെപ്റ്റംബർ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങൾ, ഈ 2 മാസത്തിൽ തന്നെയാണ് ഏറ്റവും കുറവ് വന്നത്. ഇതിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് നോക്കിയേക്കാം. ചോദ്യം നമ്പർ 1, ഇൻ വിച്ച് മന്ത് വാസ് മാക്സിമം ഇലക്ട്രിസിറ്റി യൂസ്ഡ്? നമ്മൾ നോക്കിയായിരുന്നല്ലേ, എന്താണ്? മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാട്ടോ. അത് എത്രയാണെന്നോടെ ടീച്ചറോട് എഴുതിയേക്കാം, പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും എഴുതിയേക്കാം. 340 യൂണിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിച്ച് മന്ത് വാസ് ഇറ്റ്സ് ദ മിനിമം? ഏതാണ് ഏറ്റവും കുറവ് വന്നത്? ഏതാണ്? സെപ്റ്റംബർ ഒക്ടോബർ മാസവും. സെപ്റ്റംബർ ഒക്ടോബറും ആൻഡ് 2 മാസം വന്നിട്ടുണ്ട്, നവംബർ ഡിസംബർ മാസത്തിലും. അത് എത്രയാണെന്നോട് പറയാം, 290 കേട്ടോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 340 നിന്ന് നമ്മൾ 290 കുറച്ചാൽ മതിയാവും. എത്രയാണ്? 50. ദെൻ ആർ ദെയർ എനി മന്ത് ഇൻ വിച്ച് ദ സെയിം യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി വാസ് യൂസ്ഡ്? ഏതെങ്കിലും മാസത്തിൽ ഒരേപോലെ വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ. സെപ്റ്റംബർ ഒക്ടോബറിലും നവംബർ ഡിസംബറിലും ഒരേപോലെയാണ് കറണ്ടിൻ്റെ അളവ് വന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് യൂസ്ഡ് ഇൻ ദിസ് ഓൾ ഇയർ? ആകെ എത്രത്തോളം കറണ്ട് ഉപയോഗിച്ചു എന്ന് കണ്ടുപിടിക്കുക. ആ ക്വാണ്ടിറ്റികളെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. എല്ലാ മാസത്തെ ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റുകളെല്ലാം എഴുതി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 0, 9, 18, 2, 20, 21, 26, 6, ദെൻ 3, 6, 9, 12, 14,
16 18 1860 യൂണിറ്റാണ് ആകെ ഉപഭോഗം കേട്ടോ. 1860 യൂണിറ്റ്. ക്ലിയർ അല്ലേ? ഈ അവസാനത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഈ വർഷത്തെ 5ാം ക്ലാസ്സിലെ അവസാനത്തെ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ. കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? ഇനി അവധിയാവുമല്ലോ എന്നൊക്കെ ഓർത്തല്ലേ? ഓക്കെ, ഫസ്റ്റ് ചോദ്യം വായിക്കാം. ദ ഗ്രാഫ് ബിലോ ഷോസ് ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ ക്ലാസ് 1 to 7 ഇൻ എ സ്കൂൾ. 1 മുതൽ 7 വരെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഡേറ്റാസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഗ്രാഫാണിത്. വിച്ച് ക്ലാസ് ഹാസ് മോർ ബോയ്സ് ദാൻ ഗേൾസ്? ഏത് ക്ലാസ്സിലാണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഉള്ളത്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? അവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇൻ വിച്ച് ക്ലാസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് മോസ്റ്റ്? ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിൽ ഒരുപാട് അകലമുള്ളത്. അതായത് വളരെ കുറച്ച് പെൺകുട്ടികൾ, കുറേ ആൺകുട്ടികൾ, അല്ലെങ്കിൽ വളരെ കുറച്ച് ആൺകുട്ടികളും കുറേ പെൺകുട്ടികളുള്ള ക്ലാസ് ഏത്? ഇൻ വിച്ച് ക്ലാസ് ഈസ് ദ ലീസ്റ്റ്? എവിടെയാണ് ഏറ്റവും കുറവുള്ള? അവർ തമ്മിലുള്ള ഡിഫറൻസ് ഏറ്റവും കുറവ്, അടുത്തടുത്ത് ഒരേപോലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം ഒരേപോലെയുള്ളത് ഏത്? ദെൻ ഹൗ മെനി ഗേൾസ് ആർ ദെയർ ഇൻ ഓൾ ദീസ് ക്ലാസ്സസ് ടുഗദർ? എല്ലാ ക്ലാസ്സിലും കൂടെ ആകെ എത്ര പെൺകുട്ടികളുണ്ട്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്? ആകെ ആ സ്കൂളിൽ എത്ര കുട്ടികളുണ്ട്? 1 മുതൽ 7 വരെ ആകെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? അപ്പോൾ നോക്കുക, ഈ പിങ്ക് കളർ ബോയ്സിനെ ഡിനോട്ട് ചെയ്യുന്നു കേട്ടോ. ഇവിടെ കളർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഡിനോട്ട് ചെയ്യുന്ന എല്ലാ വസ്തുക്കളുടെയും ഒരു ചെറിയ രൂപരേഖ ഇവിടെ കൊടുത്തിരിക്കും കേട്ടോ. താഴെ കൂടെ കൊടുത്തിരിക്കുന്നത്, അതായത് ഹൊറിസോണ്ടൽ ലൈനിൽ ഡിനോട്ട് ചെയ്യുന്നത് ക്ലാസ്സും ഈ വെർട്ടിക്കൽ ലൈനിൽ ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസും ആണ്. ദെൻ 2 ബാർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ 2 ബാർ 2 കളറാണ്. അതിൽ ഒരു കളർ ഡിനോട്ട് ചെയ്യുന്നത് ബോയ്സിനെയും ഡാർക്ക് കളർ ഡിനോട്ട് ചെയ്യുന്നത് ഗേൾസിനെയുമാണ്. അപ്പോൾ ഇൻ വിച്ച് ക്ലാസ് മോർ ബോയ്സ് ദാൻ ഗേൾസ്? ബോയ്സിൻ്റെ എണ്ണം ഗേളിനേക്കാളും കൂടിയത് എന്ന് വെച്ചാൽ ഈ പിങ്ക് കളറ് ഡാർക്കിനേക്കാൾ പൊങ്ങിയിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. ഒറ്റ ക്ലാസ്സിലുള്ളല്ലേ, 3rd സ്റ്റാൻഡേർഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ എന്തെഴുതാം? 3ാം ക്ലാസ്, 3rd സ്റ്റാൻഡേർഡ്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3ാം ക്ലാസ്സിൽ ഒരു ക്ലാസ്സിലല്ല കേട്ടോ. 3A 3B 3C അങ്ങനെ ഡിവിഷൻ ഉണ്ടല്ലോ. അത്രയും ഡിവിഷൻ കൊണ്ട് ടോട്ടൽ ബോയ്സിൻ്റെ എണ്ണം എത്രയാണ്? 75, ഗേൾസിൻ്റെ എണ്ണം 70. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 75 - 70 ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അത്രയും ഡിഫറൻസ് 5. ഇൻ വിച്ച് ക്ലാസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് മോസ്റ്റ്? കുറച്ച് പെൺകുട്ടികളും അല്ലെങ്കിൽ കുറച്ച് ആൺകുട്ടികളും ഒത്തിരി പെൺകുട്ടികളും ഉള്ളത് ഏത് ക്ലാസ്സിലാണ്? ഇവിടെ ഉണ്ടല്ലേ, ഇവിടെയാണ് ഡിഫറൻസ് കൂടുതൽ. 4ാം ക്ലാസ്സിലുണ്ട്. വേറെ എവിടെ അത്രയും വരുന്നില്ല. ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഒരു 4. എത്ര പെൺകുട്ടികളുണ്ട് അവിടെ? ബോയ്സ് എന്ന് പറയുന്നത് 55ഉം ഗേൾസ് എന്ന് പറയുന്നത് 70 ഉണ്ട് കേട്ടോ. അത്രയും വ്യത്യാസമുണ്ട്. ഇൻ വിച്ച് ക്ലാസ് ഈസ് എ ലീസ്റ്റ്? അപ്പം 4th സ്റ്റാൻഡേർഡ്, അത് ശ്രദ്ധിച്ചോണേ. 4th എഴുതിയേക്കണേ. 4th സ്റ്റാൻഡേർഡിലാണ് ഏറ്റവും കൂടുതൽ ബോയ്സും ഗേൾസും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലുള്ളത്. ഇൻ വിച്ച് ക്ലാസ് ഈസ് ദിസ് ലീസ്റ്റ്? കുറവ്. 2 അടുത്തടുത്ത് നിൽക്കുന്നത് എവിടെ ഉള്ളത്? അത് 3rd സ്റ്റാൻഡേർഡിൽ തന്നെയല്ലേ. ഇവിടെ അകലെ ഈ ഒരു കട്ടയ്ക്കേ ഉള്ളൂ. ഇവിടെ 1 2 3 കട്ടയ്ക്ക് അകലമുണ്ട്. ഇവിടെ 2 കട്ടയ്ക്കുണ്ട്. ഇവിടെ ഒരു കട്ടയേ ഉള്ളൂ. അപ്പോൾ എവിടേക്കുണ്ട് ലീസ്റ്റ് ഡിഫറൻസ് കുറവുള്ളത്? എവിടേക്ക്? 2ൽ ഒരു കട്ടയേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ഇൻ വിച്ച് ക്ലാസ് ഈസ് ദ ലീസ്റ്റ് എന്ന് ചോദിക്കുന്നിടത്ത് നമുക്ക് എന്തെഴുതാം? ഇവിടെ ഉണ്ട് കേട്ടോ ഒരെണ്ണം. ഇൻ വിച്ച് ക്ലാസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഈസ് മോസ്റ്റ്? ഇവിടെയുണ്ട്. ഇവിടെ 1 2 3 4 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ബോയ്സിൻ്റെ എണ്ണം ഇവിടെ 45ഉം ഗേൾസിൻ്റെ എണ്ണം 65ഉമാണ്. ഡിഫറൻസ് എത്രയാണെന്ന് നോക്കിയേ. ഡിഫറൻസ് എന്ന് പറയുന്നത് 10, 5 5 കുറച്ച് 0, 6 4 കുറച്ച് 2, 20 കുട്ടികളുടെ വ്യത്യാസമുണ്ട്. ഇവിടെയാണെങ്കിലോ 70 - 15 55 5 6 15ൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതല്ല കേട്ടോ, സോറിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1ാം ക്ലാസ്സിലെ 1st സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. ദെൻ എത്ര കുട്ടികളുടെ ഡിഫറൻസ് ഉണ്ട് അവിടെ? 20 കുട്ടികളുടെ. ഇൻ വിച്ച് ക്ലാസ് ഈസ് ദിസ് ദ ലീസ്റ്റ്? കുറവ് അളവ് വരുന്നത് ഇവിടെ 2 എണ്ണത്തിനുണ്ട്. ഇവിടെ ഒരു കട്ടയേ ഉള്ളൂ. ഇവിടെയോ? ഇവിടെ ഒരു കട്ടയേ ഉള്ളൂ. ഇവിടെ ഒരു കട്ടയുള്ളൂ. ഏതൊക്കെയാണ്? 2 സെക്കൻഡ്, 3rd,
ആൻഡ് 6. ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് ഉണ്ടോ? 2ാം ക്ലാസ്സിൽ സെക്കൻഡിലുണ്ട്, തേർഡിലുണ്ട്, ദെൻ 6ൽ. ഈ 3 ക്ലാസ്സിലാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഇല്ലാത്തത്. അതായത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ 60 ബോയ്സും 65 ഗേൾസ്, 5 പേരുടെ വ്യത്യാസമേ ഉള്ളൂ. തേർഡ് സ്റ്റാൻഡേർഡിൽ 75 ആൺകുട്ടികളും 70 പെൺകുട്ടികളും, 5ൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ 110 ബോയ്സും 115 ഗേൾസും എല്ലാം 5ൻ്റെ ഡിഫറൻസേ ഉള്ളൂ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്? ആകെ ആ സ്കൂളിൽ എത്ര കുട്ടികളുണ്ട്? ഇതിൻ്റെ ആൻസർ ആട്ടോ ഇത്. അടുത്ത 3ാമത്തെ ചോദ്യം, ഹൗ മെനി ഗേൾസ് ആർ ദെയർ ഇൻ ഓൾ ദീസ് ക്ലാസ്സസ് ടുഗദർ? ഈ എല്ലാ ക്ലാസ്സിലൂടെ ആകെ എത്ര പെൺകുട്ടികളുണ്ട് നോക്കുക. 45 + 60 + 75 ഗേൾസ് ഈ ബ്ലാക്ക് നല്ല ഇരുണ്ട കളറിൽ വന്നിരിക്കുന്നതല്ലേ. ഫസ്റ്റ് 65 ഇവിടെ നിന്ന് എഴുതി പോകാവേ, അല്ലെ ടീച്ചർ മറന്നു പോകും. ടീച്ചർ ടേബിൾ നോക്കി എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഗേൾസിൻ്റെ എണ്ണം 65, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ 65, തേർഡിൽ 70, ഫോർത്തിൽ 65, ഫിഫ്ത്തിൽ 100 സ്റ്റുഡൻസ്, 6ൽ 115, 7ൽ 95. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 575 ആകെ നമ്പർ ഓഫ് ഗേൾസ് കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്? ആകെ അവിടെ എത്ര കുട്ടികൾ? ഇപ്പോൾ പെൺകുട്ടികളുടെ നമുക്ക് 575 കിട്ടിയാലും നമ്പർ ഓഫ് ബോയ്സ് കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ബോയ്സിൻ്റെ എണ്ണം നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 515 എന്നാണ്. ഈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നത്? 575ഉം 515 കൂടെ ആഡ് ചെയ്യുന്നു. 10, 1, 7, 1, 8, 1, 9, റിമൈൻഡർ ഇല്ല, 5, 5, 10, 1090 അല്ലേ. 10,990 സ്റ്റുഡൻസ് ആകെ ആ സ്കൂളിൽ 1 മുതൽ 7 വരെ പഠിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. ടീച്ചർ വളരെ ധൃതിയിലാണ് കേട്ടോ ക്ലാസ് എടുത്തത്, ഒന്നും വിചാരിക്കരുത്. എനിക്ക് ഭയങ്കര 2-3 ഇത് തീർക്കാനുള്ളത് കൊണ്ടാണ് ടീച്ചർ വേഗം എടുത്തത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത നിങ്ങളെ ഇനി 6th സ്റ്റാൻഡേർഡിൽ കാണാം കേട്ടോ. ടീച്ചർ വലിയ പരീക്ഷയ്ക്ക് ഒരു റിവിഷൻ ക്ലാസ് കൂടെ ഇട്ടേക്കാം കേട്ടോ.